ചാറ്റിക്കുന്നില്ലേ അപ്പൊ വേറെ സാധനങ്ങളൊന്നും ഇല്ലേ? ഫേസ്ബുക്ക് ചാറ്റിങ്, മെസ്സഞ്ചർ ചാറ്റിങ് ഒന്നുമില്ല ഇപ്പൊ. ചാറ്റിങ് ഒന്നുമില്ല ഇപ്പൊ. പുതിയ ആൾക്കാരൊന്നും ഇല്ലേ? പെണ്ണുങ്ങളായിട്ട് ചാറ്റിങ് ഇല്ലേ? മറ്റാ സിമ്മ് കയറ്റിയോടെ നല്ല GB കിട്ടുമല്ലോ, നല്ല കളിക്കാലോ. അത് എൻ്റെ മൊബൈലിൽ എന്തൊരു പ്രശ്നമാണ്. ആര് ശരിയാക്കി തന്നെ? അത് ശരി. നല്ല തുണ്ടി അത് കിട്ടാ നല്ലേ കാണാൻ പറ്റിയ. നോക്കിയേ നല്ലതാ മതി. കുറച്ച് ടൈമുള്ളതൊക്കെ മതി, കൂടുതൽ ടൈമുള്ളതൊന്നും വേണ്ട. നല്ല ക്ലാരിറ്റി HD വേണോ? HD അതിൽ ലോക്കല് ഈ ഇറ്റത്തൊക്കെ വന്നുകൊണ്ട് നമ്മൾ കാണൂല്ല. അതില് ഊറും കറുത്തിട്ടാണ് അതിൻ്റെ അടിയിൽ കൂടി ഇറ്റത്ത് നിന്നാൽ എങ്ങനെ കാണല്? അങ്ങനത്തെ വിടണ്ട. കിട്ടുകണ വിളിച്ചോക്കട്ടെ, വിളിച്ചോക്കണം. ഞാൻ വെള്ളിയാഴ്ച ചോദിക്കൂലടാ. വെള്ളിയാഴ്ച ഞങ്ങൾ കോൺടാക്ട് ചെയ്യലേ. വെള്ളിയാഴ്ച ആള് ലീവല്ലേ? വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സംസാരിക്കണമൊക്കെ. അല്ല നമ്മള് മെസ്സേജ് ചോദിക്കുന്നില്ല. വെള്ളിയാഴ്ച വിളിക്കുവാണേ. മെസ്സേജ് അയച്ചാൽ വിളിക്കും. ആ റൂമിൽ ഇരുന്നാണ് വിളിക്കണാണ്. ഓഫീസ് അത് ഞാനിപ്പോൾ ഒന്ന് അന്വേഷിക്കട്ടെ ആദ്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചോദിച്ചു അതൊക്കെ റെഡി ആയി തരാം. പ്രശ്നമുള്ള കാര്യം. അതിന് കാലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അയാൾ കയറ്റിക്കൊള്ളു. ഇതിനെക്കാട്ടി നല്ലത് എനിക്ക് ഡയറക്റ്റ് മുട്ടയാണ് നല്ലത്. നമ്പർ ഞാൻ തരാം. ഡയറക്റ്റ് മുട്ടിയാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ട്. ഞാനൊരു VR കപ്പ് കിട്ടേ. നമ്മളെ ആസ്കോ കടപ്പുറം നമ്മളെ കടപ്പുറത്ത് കൂടെ ഇങ്ങനെ പോവാണ്. പിന്നെ ആര് ഇത്ര നേരമായിട്ട് എവിടെ ഇന്നോനെ? ഇവിടെ എല്ലാ കടയും വിട്ടുകാര് 14 കടണ്ടേ. ഒന്നുകൂടി ആക്കും. 12 4 വിട്ടേ. ഇത് പിന്നെ പോണ പോക്കിൽ തന്നെ വിടാനുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് ബാധിക്കൂല. അതാ പോണ പോക്കിൽ വെറുത്തത് അറ്റ ചവിട്ട് അവിടെ ഓരോ നാട്ടെ. ഇത് ശരിക്കും ബാധിക്കൂല ഈ റൂട്ടിലെ. കാരണം ആ റൂട്ടിൽ തന്നെ നമ്മൾ അക്കോമഡേഷന് പോകാല്ലേ. ഇതിൻ്റെ ഓടിക്ക് വേറെ കൂടെ തിരാണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്ഷീണം പറ്റുന്നുള്ളൂ. എവിടേക്ക് തിരാൻ എത്തി പിന്നെ ടി വി 100 പണി. അതിനൊക്കെ മിസിലിൻ്റെ അടിപ്പ് ടയറൊക്കെ മാറ്റില്ല. മിസിലേ
ടയറൊക്കെ ഇട്ട് ഞാൻ എല്ലാം കറങ്ങും ഞാനേ. ടയറിട്ട് കമ്പനി ടയറിട്ട് ഞാൻ ടയർ കംപ്ലൈൻറ്റ് ചെയ്യില്ല. ആ ഡൂബിൾ ടയറൊക്കെ ഒഴിവാക്കി. ഈ ടയർ കംപ്ലൈൻറ്റ് വരില്ല, നല്ല ഒറിജിനൽ ടയറാണ്. ആദ്യ വണ്ടി കമ്പനിക്ക് വന്നിരുന്ന ടയറാണ്. അതിൻ്റെ ഇടയിൽ വെറുതെ കമ്മീഷൻ അടിച്ചാൽ വേണ്ടിയിട്ട് ഡൂബിൾ ടയർ ആക്കിയതാണ് മാനേജ്മെൻറ്റ്. അതിമല്ലേ ഞാൻ ലത്തീവ് വണ്ടി കയറി അട്ടിക്ക് എൻ്റെ വണ്ടി കംപ്ലൈൻറ്റ് ചെയ്യുന്നല്ലോ, ടയർ പഞ്ചറായാലും ഉള്ളിലും അത് ചെയ്യാ. ട്രെയിനിങ്ങിൻ്റെ നേരത്ത് ഞാൻ കയറി അട്ടിക്ക് ഏകദേശമായിട്ട് നമ്മളെ കൂടെയുള്ള സമയത്ത് ടയർ വെറും പഞ്ചറാലല്ലേ ഞാൻ. അത് ഇതേമാതിരി ടയറേനെ മിച്ചിലിൻ്റെ അതേ ടയറേനെ ഇരുത്തി കൊണ്ടേയിരുന്നു. ടയർ മാറ്റോടെല്ലാം പ്രശ്നം തീർന്നു. ഇപ്പം ഒരു കുഴപ്പമില്ല. ഇതേക്കൂടെ ഞാനിത് കേറ്റാം. ഇത് മലയാളമല്ലേ? വരാൻ പറ്റില്ല. അവര് ഇന്ത്യ തമിഴിലൊക്കെ ജനിക്കണം പറയാറ്റില്ലല്ലോ. ഏതായാലും കയറ്റി കേട്ടെ. ഞാൻ പറയാം, അത് നമുക്ക് റെഡിയാക്കാൻ പ്രശ്നമില്ല. അല്ല ഞാൻ നമ്മളെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആളോട് സംസാരിക്കാം. അതൊന്നും പ്രശ്നമുള്ള കാര്യം. അയാൾ പാവപ്പെട്ടവനെ കൊണ്ടുവരാനൊക്കെ ആ കാര്യത്തിലൊക്കെ ഉഷാറാണ് ആള്. അയാളോട് പരാതി പറഞ്ഞാൽ മതി. പരാതി അല്ല, നമ്മളെ കഷ്ടപ്പാട് അവതരിപ്പിച്ചാൽ മതി, അയാൾ ചെയ്യും. അയാൾക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമുള്ളൂ. അയാൾക്കറിയാം അങ്ങനത്തെ ആൾക്കാരെ കൊടുത്താൽ ഇവിടെ നിൽക്കും. റെഡി ആക്കും അവര്. അതിനനുസരിച്ച് നമ്പർ വാങ്ങി വെച്ചാല് അവര് ഇത് പരിപാടിയുള്ള നമുക്ക് ഇൻവെന്ററിക്കൊന്നും അല്ല, ഇന്റർവ്യൂക്കൊന്നും പോകണ്ട. അത് നമ്മൾ ഡയറക്റ്റ് മെഡിക്കൽ കഴിച്ചിക്കാണ്ട് അവിടെ ഓഫീസിൽ പോവാ, മെഡിക്കൽ കഴിച്ച് അതിൻ്റെ ആളാണ് പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ മെഡിക്കൽ മാത്രമേ ഉള്ളൂ, ശരി പോരാ. ഞാൻ എൻ്റെ അളയാനൊക്കെ അങ്ങനെയല്ല കൊടുക്കുന്നത്. അളയാൻ ട്രെയിൻ ഇതും കൂടി കഴിച്ചിട്ടില്ലല്ലോ, മെഡിക്കൽ മാത്രം. ടിക്കറ്റിൻ്റെ കാര്യം ടിക്കറ്റ് വരെ അയച്ചോളൂ. മെഡിക്കൽ എത്ര 10 റുപ്യ 11 റുപ്യ ആറര വണ്ടി. ഹെൽത്ത് ലിങ്കിൽ പോയി അവിടുന്ന് പേപ്പർ ശരിയാക്കി അവിടുന്ന് പിന്നെ ഏത് ഹോസ്പിറ്റൽ എനിക്കറിയില്ല, അവിടെ ഹോസ്പിറ്റലാണ് പോയത്. അവിടെ പോയി ചെയ്ത് പോകും. നമ്മളെ അളിയനക്ക് ആകെ 10 റുപ്യ വായിച്ചോളൂ. അത് ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്ത് പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് വീട്ടിൽ തന്നു. അധികം വലിയ കാര്യമൊന്നും ആയിട്ടില്ല. എനിക്ക് അത്രത്തിനായിട്ടുള്ളൂ കേട്ടോ. എനിക്കൊരു 10 റുപ്യ ആയിട്ടുണ്ടാവുള്ളൂ. പിടിക്കലും പിന്നെ തുണിപ്പ എടുക്കലും ഒക്കെ കൂടെ ആയിട്ട് കൊടുത്ത് കാര്യമൊന്നും ആയിട്ടില്ല. അതെ, അത് തുകയല്ല, അതൊക്കെ 20,000 റുപ്യത്തെ ടിക്കറ്റ് കാര്യം. അതായത് റിയാലോട് ഇപ്പം നമ്മളിവിടെ എത്തി. ഇപ്പം ലക്ഷങ്ങൾ ഉണ്ടാക്കി. ഓക്കെ. टेंशन भाई टेंशन. तू जितना कुल राउंडिंग. सिक्स गाड़ी इरफान मिस्री बंगाली हाफिज लतीफ सनल 6 गाड़ी على طول راوندين टेंशन. ايوه بكره انا واقف. ايوه والله كويس.
ऑफ आहे तर मग भाई मिया रियाल कटिंग आता एक ऑफ ايوه हाँ मिया रियाल कटिंग ये फायदा കൊടുക്കാത്തത് അടിച്ചിട്ട് ചെല്ലി എന്തേരം അടിച്ചിട്ടൊന്നും കേട്ടിട്ട് ചെല്ലി ഇപ്പത്തെ അല്ല ഇതിന്റെ മുന്നടിച്ചിരുന്ന് കേട്ടിട്ട് ചെല്ലി ഓഫാക്കേണ്ടി വരും ആണായിരിക്കും സ്ഥലം
ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ റൂമിൽ. സംഭവം ബ്രോ